നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വന്നാലുടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനും അതുപോലെ തന്നെ അവർ വാട്സപ്പിൽ നിന്ന് പോയാലും നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അവർ ഓൺലൈനിൽ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയാലും നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇതുപോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ കിട്ടാനുണ്ട്. എന്നാൽ ഇത് 100% വർക്കാവുന്ന ഒരു വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടാൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓൺ സീൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. 8 MB മാത്രമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സ് ഭാഗങ്ങളൊക്കെ കാണാം. അതിനകത്തൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. ഇവിടെ നിങ്ങൾക്ക് ആരുടെ നോട്ടിഫിക്കേഷനാണോ അറിയേണ്ടത് അവരുടെ നമ്പർ പേര് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക. ഞാനിവിടെ കുവൈറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്റ്റാർട്ട് ടു ഫോളോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം താഴെയായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും എല്ലാം എനേബിൾ ആയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നിഷാദ് ലാസ്റ്റ് സീൻ നോട്ട് എൻട്രഡ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് ഓൾ റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എത്ര ദിവസം വരെ ഉള്ളത് വേണോ, ഡേയിലെ വേണോ, 3 days വേണോ, 7 days വേണോ, അങ്ങനെ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരാൾ ഓൺലൈനിൽ വന്നാൽ ഉടനെ തന്നെ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളിനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ കിടന്നാൽ മതി. നിങ്ങൾക്ക് ഇയാൾ എപ്പോൾ ഓൺലൈനിൽ വന്നാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ ലഭിക്കാത്ത കാര്യം ഈ ഒരു ഫോൺ ഉപയോഗിച്ചാണ് ഞാനിത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാട്സപ്പ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് വാട്സപ്പിൽ ഞാൻ ഓൺലൈനിൽ വന്നാൽ ഉടനെ ഓൺലൈൻ കാണിക്കും. ഞാൻ ഓഫ്ലൈൻ ആയാൽ തന്നെ അന്നേരം തന്നെ മുകളിൽ ഓഫ്ലൈൻ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. Bounce.